എപ്പോഴും മാനസികമായ അവസ്ഥയ്ക്ക് നമ്മളുടെ സ്ട്രെസ്ഫുള്ളായ ലൈഫ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റ് മാനസിക പ്രയാസങ്ങൾ ഈ രോഗത്തെ പെട്ടെന്ന് തന്നെ ഫ്ലെയറപ്പ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളായി പറയപ്പെടുന്നത് ഒന്ന് പ്രധാനമായി ത്വക്കിൽ നിരന്തരമായി ഉണ്ടാകുന്ന അഭിഘാതങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറികൾ. അതുകൊണ്ട് ആഹാരക്രമത്തിലും ഇതിനകത്ത് സമീകൃതമായ ആഹാരം കഴിക്കണം, ധാരാളമായി വെള്ളം കുടിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ ജി വിനോദ് കുമാർ, തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് പഞ്ചകർമ്മ പ്രൊഫസറായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ മഞ്ചേരി ഇലാജ് ആയുർ ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് ധാരാളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന സോറിയാസിസ് എന്ന മാരക രോഗത്തെക്കുറിച്ചാണ്. ഈ രോഗം നമ്മുടെ ത്വക്കിന് പുറമേ ഉണ്ടാകുന്ന വൈഷമ്യമാണ്. ഇതിൽ ത്വക്കിലെ കോശങ്ങൾ ധാരാളമായി ത്വക്കിൻ്റെ പുറഭാഗത്തടിഞ്ഞുകൂടി ചൊറിച്ചിലോടുകൂടി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മുഴുവനായി തന്നെയോ രോഗികളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ശാരീരിക ബുദ്ധിമുട്ടുകളോടൊപ്പം തന്നെ രോഗിയെ മാനസികമായും വളരെ അസ്വസ്ഥമാക്കുന്നു. ഈ രോഗം പലപ്പോഴും പാരമ്പര്യമായും ഉണ്ടാകാറുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിന് വളരെ ശാസ്ത്രീയമായ വ്യക്തമായ ചികിത്സ പലപ്പോഴും ലഭ്യമല്ലാത്ത അവസ്ഥയുമുണ്ട്. ഇതിന് ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് എന്നാണ് ഞാൻ ആദ്യമായി പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ രോഗത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദം പറയുന്നത് സിത്മം എന്ന ഒരു ത്വക് രോഗമായിട്ടാണ്. ആ രോഗത്തിൽ വാത കഫ എന്ന ആയുർവേദത്തിലെ അടിസ്ഥാന പ്രമാണങ്ങൾ വികലമായിട്ട് അത് ത്വക്കിനെ ആശ്രയിച്ചുകൊണ്ട് രോഗിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ്. ആധുനിക രീതിയിൽ ഇത് ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റവുമായി വളരെ ബന്ധമുള്ള ഒരു രോഗമായിട്ടാണ് പറയുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിലുണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഈ രോഗത്തിന് കാരണം. ത്വക്കിൻ്റെ അടിയിലെ ലെയറുകളിൽ അല്ലെങ്കിൽ ഡീപ്പ് ലെയറുകളിൽ സാധാരണയായി 3-4 ആഴ്ച കൊണ്ട് ഡീപ്പ് ലെയറിൽ ത്വക്ക് കോശങ്ങൾ ഉണ്ടാവുകയും അത് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ത്വക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരികയും കുറേശ്ശെ നശിച്ചു പോകുക എന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ രോഗത്തിൽ ആ ഡീപ്പ് ലെയറിൽ ധാരാളമായി ഈ കോശങ്ങൾ ഉണ്ടാകുകയും സാധാരണയായി 3-4 ആഴ്ച കൊണ്ട് പുറത്തു വരുന്ന ഈ അല്ലെങ്കിൽ പുറമേ ലെയറിൽ വരുന്ന ഈ കോശങ്ങൾ സോറിയാസിസ് രോഗിയിൽ 3 മുതൽ 7 ദിവസം കൊണ്ട് തന്നെ ഇത് അമിതമായി പുറത്തേക്ക് വരികയും രോഗികൾക്ക് ചൊറിച്ചിൽ പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ടി സെൽസ് എന്ന ഒരു ഘടകമാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇതിനെ പ്രകോപിപ്പിക്കുന്നത്. ആ കാരണത്താലാണ് ഇതുണ്ടാകുന്നത്. എന്നാൽ ഈ രോഗത്തിൻ്റെ വ്യക്തമായ കാരണം ആധുനിക ശാസ്ത്രം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ രോഗത്തെ വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളായി പറയപ്പെടുന്നത് ഒന്ന് പ്രധാനമായി ത്വക്കിൽ നിരന്തരമായി ഉണ്ടാകുന്ന അഭിഘാതങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറികൾ, അതുപോലെ തന്നെ അമിതമായ മദ്യപാനം, പുകവലി, അതുപോലെ അമിതമായ സ്ട്രെസ്സ്, മാനസികമായി ഉണ്ടാകുന്ന സ്ട്രെസ്സും ഈ രോഗത്തിന് വളരെ കാരണമാകുന്നു. അതുപോലെ തന്നെ ഈ രോഗമുള്ളവരിൽ ഈ ഘടകങ്ങൾ കൂടുതലായി അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രോഗത്തെ പലതരം ക്രീമുകളെല്ലാം ഉപയോഗിച്ചും അതുപോലെ തന്നെ കോർട്ടിസോൺ പോലെയുള്ള മാരകമായ ഔഷധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുമാണ് പലപ്പോഴും ആധുനിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ആയുർവേദം ഇതിനെ അടിസ്ഥാനപരമായ ചികിത്സകളെ കൊണ്ട്, ബാഹ്യമായ പല ഔഷധ പ്രയോഗങ്ങളെ കൊണ്ടും, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ആന്തരികമായ ശുദ്ധി വരുത്തുന്ന പഞ്ചകർമ്മം മുതലായ ചികിത്സകളെ കൊണ്ടുമാണ് ഇത് ചികിത്സിക്കാറുള്ളത്. വളരെ ആവർത്തിച്ചുള്ള ചികിത്സകളെ കൊണ്ട് ഈ രോഗം പലപ്പോഴും അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നതിനും ചില ഘട്ടങ്ങളിൽ ഈ രോഗത്തെ പൂർണ്ണമായി ഭേദപ്പെടുത്തുന്നതിനും ആയുർവേദത്തിന് കഴിയാറുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പഞ്ചകർമ്മ ചികിത്സകളെ കൊണ്ട് ശരീരത്തെ ശുദ്ധീകരിച്ച് അതിനുശേഷം
ഈ രോഗത്തിനായി പ്രത്യേക ഔഷധക്കൂട്ടുകൾ അകത്തേക്ക് സേവിപ്പിച്ചുകൊണ്ടും പുറത്ത് ബാഹ്യമായ വിവിധതരം ഔഷധങ്ങളുടെ ലേപനങ്ങളെ കൊണ്ടും നല്ല രീതിയിൽ ഈ രോഗത്തെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും, അല്ലെങ്കിൽ ഭേദമാക്കാൻ കഴിയുമെന്നുള്ളതാണ് ആയുർവേദത്തിലെ എൻ്റെ ദീർഘകാലത്തെ പ്രാക്ടീസിലുണ്ടായിട്ടുള്ള അനുഭവം. എന്നാൽ എപ്പോഴും മാനസികമായ അവസ്ഥയ്ക്ക്, നമ്മളുടെ സ്ട്രെസ്ഫുള്ളായ ലൈഫ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മറ്റ് മാനസിക പ്രയാസങ്ങൾ ഈ രോഗത്തെ പെട്ടെന്ന് തന്നെ ഫ്ലെയറപ്പ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലും ഈ രോഗത്തിൽ ആയുർവേദ രീതിയ അമിതമായി ഉപയോഗിക്കുന്ന നോൺ വെജിറ്റേറിയൻ, മാംസാഹാരത്തിൻ്റെ അമിതമായ ഉപയോഗം, ചിലതരം മത്സ്യങ്ങൾ, ചെമ്മീൻ, അതുപോലെ തന്നെ ഞണ്ട്, അതുപോലെ തോടുള്ള ചില മത്സ്യങ്ങൾ, ഇവയെല്ലാം പലപ്പോഴും ഇത്തരം ത്വഗ് രോഗങ്ങൾക്ക് കാരണമായി വരാറുമുണ്ട്. അതുകൊണ്ട് ആഹാരക്രമത്തിലും ഇതിനകത്ത് സമീകൃതമായ ആഹാരം കഴിക്കണം, ധാരാളമായി വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ പച്ചക്കറികൾ ധാരാളമായി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതെല്ലാം ഇതിന് പ്രധാനമാണ്. അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു ആയുർവേദ ഡോക്ടറുടെ പരിചരണത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ പഞ്ചകർമ്മം പോലെയുള്ള ചികിത്സകൾ ചെയ്ത് ഇത്തരം ഔഷധങ്ങളും കൂടി പ്രയോഗിക്കുമ്പോൾ തീർച്ചയായും സോറിയാസിസ് അനുഭവിക്കുന്ന ആളുകൾക്ക് നല്ല ശാന്തി ലഭിക്കും എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമസ്കാരം.